ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഗപ്പി ഫാമിൻ്റെ ടൂറാണ്. അപ്പോൾ മദേഴ്സ് മിക്സ്ഡ് ഫാം എന്നാണ് ഈ ഗപ്പി ഫാമിൻ്റെ പേര്. ഇത് പുകയൂരാണ് കേട്ടോ, മലപ്പുറം ജില്ലയിലെ പുകയൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് എൻ്റെ ഉമ്മച്ചിയുടെ നാടാണ്, ഉമ്മച്ചിൻ്റെ കസിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വരണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഒരു അവസരം കിട്ടിയത്. ഇതാണ് സലാമപ്പയുടെ വീട്. അബ്ദുസലാം എന്നാണ് പേര്. അവരുടെ വൈഫ് മൈമൂന, അതായത് ഞങ്ങളുടെ മൈമമ്മായിയുടേതാണ് ഈ ഫാം. ഇതൊക്കെ നോക്കി നടത്തുന്നതൊക്കെ മൈമമ്മായി തന്നെയാണ്. സലാമപ്പ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യുള്ളൂ. മൈമമ്മായി ആദ്യം തുടങ്ങിയത് ആടും കോഴിയൊക്കെ വളർത്തലായിരുന്നു. അതിൽ കുറേ മികവ് തെളിയിച്ച ആളാണ്. കുറേ ലാഭങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ അവാർഡുകളും ഉപഹാരങ്ങളൊക്കെ തേടിയെത്തിയിട്ടുണ്ട്. 2018 കർഷക ദിനത്തിൽ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൈമമ്മയെ പറ്റിയിട്ട് പേപ്പറിലും ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല മേഖലകളിലും കഴിവ് തെളിയിച്ച ആളാണ് മൈമമ്മായി. അവസാനം ആണ് ഇപ്പോൾ ഈ ഗപ്പി ഫാമിൽ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ആടും കോഴിയൊന്നുമില്ല, ഇപ്പോൾ ഗപ്പി ഫാമിലാണ് മുഴുവൻ സമയവും. ഇനി നമുക്ക് മൈമമ്മയെ ഒന്ന് പരിചയപ്പെടാം. മൈമമ്മായി തന്നെ നിങ്ങൾക്ക് മൈമമ്മയെ പരിചയപ്പെടുത്തി തരുന്നതാണ്. ഞാൻ മൈമൂന അബ്ദുൽസലാം, മലപ്പുറം ജില്ലയിൽ AR നഗർ പഞ്ചായത്തിലെ പുകയൂരിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാനൊരു ഹൗസ് വൈഫാണ്. ഞാൻ ഗപ്പി വളർത്തലിന് മുമ്പ് ഒരുപാട് കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു വരുമാനവും മാനസിക സന്തോഷവും കണ്ടെത്തിയ ഒരു മേഖലയാണ് ഈ ഗപ്പി വളർത്തൽ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഞാനിതൊക്കെ പഠിച്ചത് GBF എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്നാണ്. അതിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഗ്രൂപ്പ് അഡ്മിൻ്റെ നമ്പർ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് നല്ലൊരു സന്തോഷമാണ്. ഈ മേഖലയിൽ നിന്ന് നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. സ്വന്തമായിട്ടൊരു വരുമാനവും പ്രോഫിറ്റും ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. എല്ലാവർക്കും ധൈര്യത്തോടു കൂടി കടന്നു വരാൻ പറ്റിയൊരു മേഖലയാണ് ഗപ്പി വളർത്തൽ. ഇനി നമുക്ക് ഇവിടെയുള്ള ഓരോ ഗപ്പിയും പരിചയപ്പെടാം. പ്രധാനപ്പെട്ടത് പരിചയപ്പെടാം, എല്ലാം കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ടത് ചിലത് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. മൈമമ്മയോട് ചോദിക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ, പല കളറുണ്ടല്ലോ. ഇതിൻ്റെ പേരെന്താ? റെഡ് ഡ്രാഗൺ. റെഡ് കൂടുതലുണ്ടായിട്ടാ പേരാവല്ലേ? നല്ല ഭംഗിയുണ്ടാവും മറ്റത്തിൽ വെക്കുമ്പോൾ. അക്വേറിയത്തിലൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേ അക്വേറിയത്തിലാണ് ഇതിന്റെ ഭംഗി ഏറ്റവും എടുത്ത് കാണിക്കണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇടുമ്പോഴേ. പിന്നെ വരെ മുകൾ ഭാഗം പ്ലാറ്റിനാണ്, മുകളിൽ നിന്നും നല്ല ഷോണ് കാണാനല്ലേ. ഏതാണ് ഗപ്പി? പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ. നല്ല ഓറഞ്ചും നല്ല ഭംഗിയുണ്ടല്ലേ, ഓറഞ്ച് വാലായിട്ട്. അതെ. പിന്നെ ന്യൂ ലൈനേജ് ഇറങ്ങുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ ഇല്ല. തന്നെ നല്ല ബ്ലൂ ഇയർ. ഇതിലേറെ നല്ല ബ്ലൂ ഉണ്ടാവും, വൈറ്റ് ഉണ്ടാവും. ഗപ്പിയുടെ പേര് ഇത് മിക്കാരി ഫെല്ലോ. എന്താണ് സാധാരണയായിട്ട് ഭക്ഷണം എന്താ കൊടുക്കല്? നമ്മൾ ഗപ്പിനിലെ യെല്ലോ വൈറ്റ് കളറുകൾക്കൊക്കെ നല്ല വില കൂടിയ ഐറ്റംസ് ഫുഡൊക്കെ കൊടുത്താൽ ഇവർക്ക് കളറ് കയറാൻ സാധ്യതയുണ്ട്. ഇവർക്ക് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഗ്രോവല്, പിന്നെ മൊയിന കൊടുക്കലുണ്ട്, പിന്നെ കൂത്താടി ഒക്കെയാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. ഇത് ഹാഫ് മൂൺ ടൈഗർ. ഇതിനൊക്കെ ഫുഡ് അതന്നെ? അല്ല, ഇവർക്ക് നമ്മൾ എല്ലാ ഗപ്പിക്കും ഒരേ ഫുഡ് കൊടുക്കൂലല്ലേ? ഇല്ല, ഒരു വ്യത്യാസമുണ്ട്. അതന്നെ, ഓരോരോ ഐറ്റംസിന് വേറെ വേറെ ഫുഡ് തന്നെ കൊടുക്കണല്ലേ? ഇവർ നല്ല കളറുള്ളതല്ലേ, അപ്പോൾ ഇവർ കളറ് കൂടാൻ നമ്മൾ വേറെയാണ് കൊടുക്കുന്നത്. ഇയർ ഉള്ളതിന് ഇയർ നല്ല കളർ കിട്ടാനും ഇതിനൊക്കെ വേറെ കൊടുക്കണം. ശരി. ഇതിൻ്റെ വെള്ളം എത്ര ദിവസം കൂടുമ്പോഴാണ് മാറ്റില്ലേ? വെള്ളം പ്ലാന്റ്സ് ചെയ്താൽ ഒരാഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ വരെ നമുക്ക് ഒരു 20% മാറ്റിയാൽ മതി. പ്ലാന്റ്സ് ഇല്ലെങ്കിൽ 1-8 ദിവസങ്ങളിൽ ഒരു 20-30% മാറ്റി കൊടുക്കണല്ലേ, അല്ലെങ്കിൽ അവർക്ക് കേടാണ്. ഇത് HB ബ്ലൂ ഓവർ ടൈൽ. നല്ല അടിപൊളി ഇതാണ്, ടൈലുണ്ടല്ലേ, നല്ല ബ്ലൂ, ഒരു ഭംഗിയുണ്ട്.
ഇതെങ്ങനെ നിങ്ങൾ കൊറിയർ എങ്ങനെ അയച്ചു കൊടുക്കുക? കേരളത്തിൽ കൊടുക്കുക അയച്ചു കൊടുക്കുമോ? കേരളത്തിൻ്റെ പുറത്തേക്കൊക്കെ പോകുന്നുണ്ടല്ലേ? അപ്പോൾ എത്ര ദിവസം കൊണ്ട് ഇത് അങ്ങനെ വിട്ട് കൊറിയറിൽ അയച്ചു വെച്ചിട്ട് കുഴപ്പമൊന്നും വരില്ലേക്കൂല? ഇല്ല, ഒരു നമ്മൾ കണ്ടീഷൻ ചെയ്തതിൻ്റെ ശേഷമാണ് വേറെ പാക്ക് ചെയ്യല്. അത് ശരി. ഒരു ഫുഡ് നമ്മൾ ഒരു 24 മണിക്കൂർ മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇവരെ നമ്മൾ കൊറിയറിലെ പാക്കിങ്ങിൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ട്. ശരി. അപ്പോൾ എവിടേക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കൂല? കേരളത്തിലിപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പുറത്തേക്കും ചെയ്യുന്നുണ്ട്. പൊള്ളാച്ചി, കോയമ്പത്തൂർ ഓർഡറൊക്കെ വരുന്നുണ്ട്. സിൽവർ ആടല്ലേ? 2 കളറല്ലേ? സിൽവറും ഉണ്ട്, ഇവരെ ബോഡി സിൽവർ. ഇവിടെ വാല് വേറെ കളറും. അതൊക്കെ നല്ല ഡിമാൻഡുള്ള ഇതാണല്ലേ? ഇതിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 250. മറ്റേ 250 മുതൽ സ്റ്റാർട്ടിങ്? അല്ല, അതിൽ കൂടുതലുള്ളതല്ലേ? കൂടുതൽ സ്റ്റാർട്ടിങ് നമ്മൾ കുറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതിൽ കുറഞ്ഞതും ഉണ്ടല്ലേ? ഇത് കുറച്ചപ്പോൾ വില കൂടിയത് തന്നെയാണ്. നല്ല ഡിമാൻഡുള്ള സാധനം, നല്ല ഭംഗിയുള്ളത്. ഇതിന്റെ പേരെന്താ? 2-3 കളർ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പേര് മെറ്റലൈസ്. എല്ലാത്തിനും പേര് കാണാതെ പഠിച്ചു വെച്ചില്ലേ? അല്ലെങ്കിൽ പിന്നെ ഓർഡർ വരുമ്പോ പണിയാവൂലേ? അത് നമ്മള് ചെയ്ത് തുടങ്ങുമ്പോ അതിനെ പറ്റിയൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. ശരിയാണ്. എന്ത് കാര്യത്തിന് നമ്മൾ അതിന്റെ തിരിക്കുമ്പോഴല്ലേ അതിനെ പറ്റി അറിയുള്ളൂ. നല്ല ലൈറ്റ് കളർ ഷെയ്ഡാണ് അല്ലേ? ഇതിന്റെ പേരെന്താണ്? ബ്ലൂ. ലൈറ്റ് ബ്ലൂ ഉണ്ടായിട്ടാ ബ്ലൂന്ന് പേരുണ്ട്. ശരി. യെല്ലോ കളർ അല്ലേ? ഗോൾഡൻ. ഫുൾ ഗോൾഡ്. ഇതന്നെ പേര് തന്നെ നല്ലതുണ്ട്. ഇതിന്റെ പേരെന്താണ്? കോയിന്ന് പേര്. അതാണല്ലേ കോയിന്റെ ഷേപ്പ്. ശരി. ഇതിനൊക്കെ അതേ റേറ്റ് തന്നെ ആയിരിക്കൂലേ? ഇതില്ലേ 300 മുകളിൽ വരുമോ? 300 മുകളിൽ വരുമോ? ഓക്കെ അല്ലേ? നിങ്ങളെങ്ങനെ സെയിൽ ചെയ്യലെങ്ങനെയാ? ഒരു ഇത് കണ്ടിട്ട് വിളിക്കല്? ഫോൺ നമ്പറിൽ വാട്സപ്പ് നമ്പർ ഉണ്ടായിരിക്കുമല്ലോ അതിനായിട്ട്? എൻ്റെ പേര് മോസ്കോ വയലറ്റ് അല്ലേ? കൂടുതലും റിബൺ ഐറ്റം. കൂടുതൽ കളർ വയലറ്റിൻ്റെ ഒരു ഷെയ്ഡാണല്ലോ കൂടുതലും. ഒക്കത്തിന് ഒരേ ഇതന്നെ ഫുഡ്? ജോഡിക്കില്ലേ? ഫുഡൊക്കെ വേറെ വേറെ ആയിരിക്കും. ഫുഡ് കൊടുക്കണല്ലേ കളർ വരാൻ വേണ്ടിയിട്ട്? പിന്നെ ഇവരുടെ തീറ്റ നമ്മൾ വാങ്ങിയ ഇതന്നെ കൊടുക്കാൻ പാടില്ല? നമ്മൾ വീട്ടിലുണ്ട് നല്ലത് എപ്പോഴും നമ്മള് മൊയ്ന, ആർട്ടീമിയ മാർക്കുള്ള. ശരി. അപ്പോൾ ഓരോരോ ലൈഫ് ഫുഡാണ്. ഓരോരോ പെല്ലറ്റുകള് നമ്മൾ ഒരു ടൈമിൽ പെല്ലറ്റ് കൊടുക്കും. പല ഐറ്റത്തിനും പല ഫുഡും ആണല്ലേ? അപ്പൊ നിങ്ങൾക്ക് മാറി പോകുന്നില്ല? പ്രശ്നമില്ലല്ലേ? ഒക്കെ നോക്കിയിട്ടൊന്നും ചെയ്യുള്ളൂ. ഇതൊന്നും നല്ല യെല്ലോ കളറല്ലേ? യെല്ലോ സ്നേക്ക് സ്കിൻ കോബ്ര. അൽബിനോ കണ്ണുണ്ടില്ലേ? റെഡായി നല്ല ഭംഗിയുണ്ട്. നല്ല മഞ്ഞയും റെഡ് കണ്ണൂലേ? ആൽബിനോ ഐറ്റംസ് ഇവിടെ ഒരു 8-10 ഐറ്റംസ് ആൽബിനോ ഉണ്ട്. ടോപ്പസ് ബ്ലൂ ആൽബിനോ ആണ് ആദ്യം കണ്ട. കണ്ണൊരു പ്രത്യേക ഭംഗിയില്ലേ? റെഡ് കളറായിട്ട്. ജപ്പാനീസ് ബ്ലൂ ഗ്രാസ് ആൽബിനോ ഐറ്റം. ആൽബിനോ ഐറ്റം തന്നെയാണല്ലേ? ഇതിന് റെഡായി. നല്ല ഭംഗിയുണ്ട്. ഇത് പല കളറും ഉണ്ട് അല്ലേ? ഇതിന്റെ പേരെന്താ? കോബ്ര. കിങ് കോബ്ര. അപ്പോൾ ഇത് ശരി. അതിൽ ഒരു ഐറ്റം യെല്ലോ, ബ്ലാക്ക്, എല്ലാ കളേഴ്സും ഉണ്ട് ഒരുവിധം.
ഇപ്പം നമുക്കൊരു ഒരു അക്വേറിയം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം എല്ലാ സാധനവും ഇവിടെ അല്ലേ? അക്വേറിയത്തിൽ ചെയ്യാനുള്ള പ്ലാന്റ്സ്, സ്റ്റോണുകൾ ഒക്കെ ഉണ്ട് ഇവിടെ അല്ലേ? ഗപ്പി നമ്മളെ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനുള്ള പോട്ട് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞാൽ മതി. ഓക്കെ. എന്നാൽ ഇതിൻ്റെ കണ്ണ് ബ്ലൂ തന്നെ, കറുപ്പന്നെ, ബ്ലാക്ക് തന്നെയാണല്ലേ? ഞാൻ വെച്ചാൽ ഡാർക്ക് ബ്ലൂ ആണ്. ഇതിൻ്റെ പേരെന്താ? ചില്ലി മൊസൈക്ക്. ചില്ലി മൊസൈക്കിൻ്റെ ഡിസൈനാണല്ലോ അല്ലേ? ഇത് ജൂനൽ സൈസ് ആവുന്നുള്ളൂ. നല്ല ഇയർ, നല്ല ബ്ലൂ ആയിട്ട് ബോഡീൻ്റെ ഏകദേശം ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതായി വരുന്നുള്ളൂ. എന്നാലും ഭംഗിയുണ്ട്. അതിൻ്റെ ടേല് വേറെ കളറായിട്ട് നല്ലതുണ്ട്. ഇതെല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് അക്വേറിയത്തിൽ ഇടുമ്പോഴാവും ഭംഗി ഉണ്ടാവും അല്ലേ? ഇതിൻ്റെ പേരെന്താ? ഇത് പ്ലാറ്റിനം വൈറ്റ്. അത് വലിയൊരു ഡാർക്ക് കളറില്ലല്ലോ, ലൈറ്റ് ഷെയ്ഡ്. വൈറ്റ് റിബൺ ഉണ്ട്. നല്ലതുണ്ട്. പല കളറുണ്ട്. അതിൽ മിക്സ്ഡ് ആണോ? പ്ലാറ്റിനം വൈറ്റ് ആണ്. ബോഡിയിൽ ചെറിയൊരു മാറ്റങ്ങളുണ്ട്. മറ്റേ സിൽവർ ഗോൾഡിൻ്റെ ഒക്കെ ഒരു കളർ വരുന്നുണ്ടല്ലേ? ഇതിൻ്റെ പേരെന്താണ്? ഇത് വൈൽഡ് റെഡ് റോസ്. റെഡ് റോസ് ഓറഞ്ച് കളറാണ് കാണുന്നുണ്ട് അല്ലേ? ഡോർസലൊക്കെ ഇറങ്ങി ജൂനൽ സൈസാണ്, ബ്രീഡിങ് സൈസ് ആവണം. നിങ്ങൾ ഇതിനെ പറ്റിയൊക്കെ എങ്ങനെ പഠിച്ച്? ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ പഠിപ്പിച്ചു തരാൻ ഇതിനെ പറ്റി അറിയണം. സാറുണ്ട്, ഇതന്നെ ഇതെങ്ങനെ പരിചരിക്കേണ്ടത്, ഫുഡ് ഗപ്പികളെ തിരഞ്ഞെടുത്ത് ക്വാളിറ്റി വളർത്തേണ്ടത് എല്ലാം പഠിപ്പിച്ചു തരൂല്ലേ? ശരി. അപ്പം ഞാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വാട്സപ്പിന്റെ നമ്പർ തരാം. അപ്പോൾ ചേരാൻ പറ്റില്ല? പഠിക്കാം. നമ്മൾ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ വരുമാനം മാർഗം തേടുന്ന സ്ത്രീകൾക്ക് പറ്റിയ ഒരു പണിയാണ്. ആദായം ഉണ്ട്. അപ്പം നമുക്കൊരു വിനോദം. ഒരു ദിവസം എത്ര ടൈം ഇതിന് മേലെ ഇരിക്കേണ്ടി വരും, സ്പെൻഡ് ചെയ്യേണ്ടി വരും നമുക്ക്? ഇപ്പോൾ വരെ കൂടെ 1 മണിക്കൂർ സമയം രാവിലെ വൈകുന്നേരം ചെയ്താൽ മതിയില്ല? അതിൽ കൂടുതലൊന്നും വേണ്ടല്ലേ? അവർ കൂടുതൽ എണ്ണ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് പിന്നെ റിസ്ക്. 1-2 നല്ല ഐറ്റംസ് ചെയ്യണമെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടില്ല. താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഇതുപോലൊരു ഇത് വേണം, ഇൻട്രസ്റ്റ് വേണം. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇവരോടൊരു താല്പര്യം അതുണ്ടായാൽ പിന്നെ നമ്മൾ ടൈമൊക്കെ നമ്മൾ കണ്ടെത്തും. ഇവിടെ ഇപ്പോൾ 30 തരം ഗപ്പികളാണുള്ളത്. അതിൽ കൂടുതൽ ഞാൻ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തി, ഇനിയും പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് എടുക്കുമ്പോൾ വീഡിയോ ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗപ്പിയുടെ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവർ ഏത് ഭാഗത്തേക്കാണെങ്കിലും കൊറിയർ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കാഴ്ചകൾ കാണാം. ഇത് പഴയ പത്തായാണ്. ആ പത്തായത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടാണ് ഒരു ഗപ്പിയെ വളർത്തുന്നത്. ഗപ്പി കുഞ്ഞുങ്ങൾക്ക് നല്ല ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് അതിൽ കിടക്കാൻ. വാട്ടർ കേബേജ് അല്ലേ? ഇത് നമ്മളെ ഗപ്പിൻ്റെ ഇതിലിട്ട് കൊടുക്കാനുള്ളതാ? ഒരു വെള്ളം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടില്ലേ? അപ്പോൾ അത് ഇവിടെ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? അതൊക്കെ ഇവിടെ ഇഷ്ടം പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേരുണ്ടില്ല, കുഞ്ഞുങ്ങളൊക്കെ ഇവരെ ഗപ്പിൻ്റെ കുഞ്ഞുങ്ങളെ ഇവർ കഴിക്കും. ശരി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒഴിച്ചിക്കാനൊക്കെ സുഖമാണ്. ഇതിൻ്റെ വേരിൻ്റെ അടിയിൽ ഒഴിച്ചിക്കാൻ പറ്റും. ഇതൊക്കെ അതെ ഇലൻ്റെ രൂപം കണ്ടില്ലേ? അരച്ചു പൂവുണ്ടാവും. മറ്റേതൊക്കെ ചെറുതൊക്കെ അസോളാണ്. ഇടയ്ക്ക് വീട്. എനിക്കിതിനെ കുറിച്ച് തീരെ ഐഡിയ ഇല്ല കേട്ടോ. നിങ്ങളപ്പോൾ ഇരുന്ന് കാണാൻ ദിവസമൊക്കെ പഠിക്കണം. പാരറ്റ് ഫെദർ ഇതൊക്കെ അത് തന്നെയാണല്ലോ. അതിൽ വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് നിൽക്കുമ്പോൾ രാവിലെയൊക്കെ വന്ന് വരുമ്പോൾ മഞ്ഞ് തുള്ളിയൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ മൊത്തം ദിമ ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ നിൽക്കും. നല്ല രസം ഉണ്ടാവും രാവിലെ വന്ന് കാണുമ്പോൾ. പിന്നെ ഇവിടെ 60-ൽ പരം വാട്ടർ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഒരു വാട്ടർ പ്ലാന്റ്സും സെയിൽ ചെയ്യുന്നുണ്ട്. നമുക്കൊരു അക്വേറിയത്തിൽ സെറ്റ് ചെയ്യാനുള്ള വാട്ടർ പ്ലാന്റ്സ്, ഗപ്പി, പിന്നെ അതുപോലെ അതിലുള്ള പോട്ട് എല്ലാം ഇവർ, പിന്നെ സ്റ്റോണ് എല്ലാം ഇവരുടെ അടുത്തുണ്ട്. അപ്പോൾ നമുക്കൊരു അക്വേറിയം സെറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ് ചെയ്യുന്ന പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ചൊക്കെ ഐറ്റംസ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഒരു നഴ്സറിയും കൂടി തുടങ്ങാനുള്ള പ്ലാനിലാണ് നമ്മുടെ മൈമമ്മായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മദേഴ്സ് മിക്സ്ഡ് ഫാമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാട്ടർ പ്ലാന്റ്സോ ഗപ്പിയോ അതുപോലെ തന്നെ സ്റ്റോൺസോ പോട്ട്സോ എന്ത് വേണമെങ്കിലും ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇവരെ അഡ്രസ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് എന്താ നല്ല പ്ലാന്റ്സും നല്ല ഗപ്പിയൊക്കെ സെലക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കോൺടാക്ട് ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വാട്സപ്പ് നമ്പറും ഫോൺ നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അവർ കൊറിയർ ചെയ്തു തരും. എവിടെയാണെങ്കിലും കൊറിയർ ചെയ്തു തരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.